ഈ കിവീസും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ നോക്കൗട്ടുകളിൽ അന്തിമ ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ കളി മറന്നു പോകുന്ന ഒരു സാഹചര്യം, അത് ഒരു ദുർവിധി എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഇന്ന് കിവീസിനുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണാം അല്ലേ? അതെ, നമുക്ക് എന്തായാലും സഞ്ജുവിന്റെ നാട്ടിലേക്കോ. ഹരി, കേൾക്കാമോ? അവിടെ ആവേശത്തിന്റെ ആഘോഷത്തിന് ബഹളമായിരിക്കും. കേൾക്കാമെങ്കിൽ പറയൂ. വിഴിഞ്ഞത്തുകാർക്ക് ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി അല്ലാതെ ഇവിടെ കണ്ടില്ലേ, സഞ്ജു സാംസനെ കാണിക്കുമ്പോൾ മാത്രമല്ല ഈ കപ്പടിച്ചതിന് പിന്നാലെ ഇവിടെ വെടിക്കെട്ടായിരുന്നു. ഇവിടെ മാലപ്പടക്കം പൊട്ടിക്കവും അതുപോലെ തന്നെ കമ്പം അവിടെ കണ്ടോ, അവര് ഈ ഫാൻസി പടക്കം വാങ്ങിക്കൊണ്ട് വന്ന് മേളിലേക്ക് കണ്ട ആ ദൃശ്യങ്ങളിൽ മാതൃഭൂമി ന്യൂസിന്റെ പ്രേക്ഷകർ കണ്ടതെല്ലാം വിഴിഞ്ഞത്തുനിന്നുള്ള ആ ദൃശ്യങ്ങളാണ്. ചേട്ടന്റെ ഫ്ലെക്സിന് മുന്നിൽ നടത്തിയ വെടിക്കെട്ടാണ് പ്രേക്ഷകർ കണ്ടത്. രാജസ്ഥാൻ റോയൽസ്, സഞ്ജു ഇത്രയും നാളും IPL കളിച്ചത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോ ഈ സീസൺ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ ജേഴ്സി അണിഞ്ഞ് സഞ്ജു സാംസൺ എന്ന പേര്. ചേട്ടാ പറഞ്ഞോട്ടെ, ഞാൻ എന്താ ചോദിക്കേണ്ടത്? ഒന്നുമില്ല. ഇത് അറബിക്കടലിന്റെ ശക്തിയാണ് കാണിച്ചത്. അറബിക്കടലിന്റെ ശക്തിയാ. മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ സംസാരിച്ചതല്ല സംസാരം, അവിടെ കാണിച്ചതാണ്. കാണിച്ചില്ലേ കരുത്ത്? അവിടെ ഇത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടില് ഞാൻ സെന്റ് ജോസഫ് പഠിച്ച എന്റെ കൂടെ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോട് പഠിച്ചതാ സഞ്ജു ചേട്ടൻ. +2 പഠിച്ചതാ. അന്ന് തൊട്ടേ കഷ്ടപ്പെട്ടതിന്റെ പാടാ ഇത് ഉള്ളിൽ കാണിച്ചത്. ആ കഷ്ടപ്പാട് ചെയ്ത അയാളുടെ അച്ഛൻ സാംസൺ സാറിന്റെ വിയർപ്പിന്റെ വിലയാ ഇന്ന് ഇപ്പൊ കാണിച്ചു കൊടുത്തത്. ആ 89 റണ്ണില്ലേ, ആ റണ്ണ് അത് ഇന്ത്യക്ക് വേണ്ടി അയാൾ കാണിച്ചില്ലേ, ഫൈനൽ അടിച്ചില്ലേ. അത് തഴഞ്ഞവർക്ക് വേണ്ടിയുള്ള മറുപടിയാ. തഴഞ്ഞില്ലേ, അവർക്ക് വേണ്ടിയുള്ള മറുപടിയാ. ഇതാണ് വിഴിഞ്ഞത്ത് നിന്നുള്ള കാഴ്ചകളെന്ന് പറയുന്നത്.